നമസ്തേ. ഇന്ന് ക്ഷേത്രായനമെത്തിയത് കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. ഇരിക്കൂർ ചാലോട് ഇരിക്കൂർ റോഡിലാണ്, നായാട്ടുപാറ കഴിഞ്ഞുള്ള സ്ഥലത്താണ് കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ട് മുഖമുള്ള അപൂർവം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ക്ഷേത്രം നിലനിൽക്കുന്ന ഈ സങ്കേതത്തിൻ്റെ പവിത്രതയും പ്രാധാന്യവും കണ്ട് ഭഗവത് ചൈതന്യം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം പറയുന്നത്, ചിറക്കൽ രാജവംശമായ കോലത്തിരി രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ, ഉദയവർമ്മ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഈ ക്ഷേത്ര നിർമ്മാണവും ക്ഷേത്രം പണിതുവെന്നും ഈ സങ്കേതത്തിൽ വെച്ച് അനവധി സന്യാസി ശ്രേഷ്ഠന്മാർ വന്നു ആരാധിക്കുകയും സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ആരാധിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയെന്നും പുരാണങ്ങളിലും ചരിത്രങ്ങളിലും രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നു. വടക്കേ മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ അപൂർവമായ ഈ ക്ഷേത്രം വളരെ പൗരാണികതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ കട്ടിലപ്പടിയിൽ പഴയ കാലഘട്ടത്തിലുള്ള വട്ടെഴുത്തുണ്ടത്രേ. ഗവേഷകന്മാർ വന്ന് ഇന്നും ഇത് വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും മുൻപോട്ട് പോകുന്നു. അതിൽ ഒരു ഗവേഷകൻ എഴുതി വച്ചതാണ്, ഈ ക്ഷേത്രത്തിൻ്റെ ആരാധനയിൽ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് എന്ന്. അപ്പോൾ ഒരു ആശ്രമത്തിൽ അല്ലെങ്കിൽ ഒരു മഠത്തിൽ പോയി സന്യാസിയെ നമസ്കരിച്ചതിന് തുല്യമാണത്രേ കോവൂര് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ. ക്ഷേത്രത്തിൽ വന്ന് നെയ്വിളക്ക് വെച്ച് തൊഴുതും അതുപോലെ തന്നെ പാൽപ്പായസ നിവേദ്യം കഴിച്ചും തുളസിമാല ചാർത്തിയും ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നവരും അങ്ങനെ പ്രാർത്ഥിച്ച് കാര്യം നേടുന്നവരും ഏറെയാണെന്ന് ഇവിടുത്തെ ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഗണപതിക്ക് പ്രത്യേകം പ്രതിഷ്ഠയില്ലെങ്കിലും നിത്യം ഗണപതി ഹവനം കഴിക്കുന്ന ഒരു ക്ഷേത്രം. കർക്കിടക മാസത്തിൽ രാമായണ പാരായണവും കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഭഗവതി സേവ കഴിക്കുന്ന ഒരു ക്ഷേത്രം. കോവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ നിൽക്കുന്നത് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ സമീപത്താണ്. ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത, ഗംഗാജലം കൊണ്ട് പവിത്രമാക്കിയ ഒരു തീർത്ഥക്കുളമാണത്രേ ഇത്. കോവൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെയും ഇവിടുത്തെ കമ്മിറ്റിയുടെയും അടുത്ത ഒരു ആഗ്രഹമെന്ന് പറയുന്നത് ഈ ക്ഷേത്രക്കുളം നവീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഉള്ള ക്ഷേത്രം. എല്ലാ ഒന്നിടവിട്ട വർഷങ്ങളിലും ശ്രീമദ് ഭാഗവത സപ്താഹം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം. ധാരാളം ആധ്യാത്മികമായ സത്സംഗങ്ങൾ നടക്കുന്ന ക്ഷേത്രം. എല്ലാ തിരുവോണ നാളിലും ഭഗവത് നക്ഷത്രമായി കണക്കാക്കുന്ന തിരുവോണ നാളിൽ തിരുവോണ ഊട്ട് നടക്കുന്ന ക്ഷേത്രം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ശ്രീ കോവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഐതിഹ്യമാണ് ക്ഷേത്രായനത്തിലൂടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. നന്ദി, നമസ്തേ.